ഹായ്. അപ്പോഴേ നമ്മൾ ഇന്നലെ രാവിലെ വരെ വർക്കിലായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഉപ്പള ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ സർവീസ് റോഡിന്റെ വർക്കിലായിരുന്നു. ഇപ്പോൾ ട്രാഫിക്കിന്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നൈറ്റാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ നേരെ റൂമിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയതാണ്. ഇപ്പോൾ ഫുഡും കഴിച്ച് ഉച്ചയ്ക്ക് എത്തുന്നത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നായിക്കാപ്പ് നമ്മുടെ പ്ലാന്റിൽ നിന്ന് മിക്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഓരോ വണ്ടികളായിട്ട് ഇത് മിക്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഇന്നലെ നൈറ്റ് ഓടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ JCB ഒക്കെ ഇവിടുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി താറിങ്ങിന്റെ മിക്സ് ലോഡ് ചെയ്യാൻ വേണ്ടി പ്ലാന്റിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ലോഡ് കഴിഞ്ഞ പാടെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള അടുത്ത വണ്ടിയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതേ നമ്മുടെ രഞ്ജിത്താടൻ്റെ JCB നമ്മുടെ ബിബിയാടൻ്റെ വണ്ടിക്കകത്തോട്ട് അവിടെയുള്ള വേറെ പല മെറ്റീരിയൽസ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണാം. നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ അത്യാവശ്യം നല്ല ഹെവി കാറ്റാണ് കേട്ടോ. ദേ ഈ പച്ച നെറ്റൊക്കെ പാർന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ കാറ്റ് എത്രത്തോളാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ലോഡുമായി കുമ്പള എത്തിയിട്ടുണ്ട്. കുമ്പള അണ്ടർപാസേജിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ താറിങ് വർക്ക് നടക്കുന്നത്. അടിയിൽ സൈഡിലും എവിടെയുണ്ട്. ഇവിടെ എത്താനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മുന്നേ വന്ന നമ്മുടെ ഒരു വണ്ടി, നമ്മുടെ ബിജുവാടൻ്റെ വണ്ടി ഇതേ ഫ്രണ്ടിലായിട്ട് അവിടെ സൈഡാക്കി നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം ഇന്റർലോക്കിന്റെ പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മളും ദേ ബിജുവാടൻ്റെ വണ്ടിയുടെ പിറകിലായിട്ട് കൊണ്ടുപോയി സൈഡാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുമ്പളെത്തിയിട്ടുണ്ട്. നമ്മുടെ ഓരോ വണ്ടികളും ഇതേ ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പം താറിങ് പരിപാടി എന്തായിന്നറിയില്ല. നമ്മുടെ കുമ്പളത്തെ ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലായിട്ടാണ് താറിങ് വർക്ക് വരുന്നത്. അവിടെ ഇപ്പോൾ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുമ്പള അണ്ടർപാസിൻ്റെ അടിയിലായിട്ട് ഇതേ താറിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ തട്ടി പോന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുത്താണ് കേട്ടോ നമ്മുടെ താറിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ പേവർ ഒരു സൈഡ് വലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പേവർ മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു സമയം ഒരു ഡിലേ ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ നേരെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇതേ തട്ടാൻ വേണ്ടി പോവാണ്. നമ്മുടെ എല്ലാ ടീമും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ മാനേജറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വണ്ടിക്കാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ദില്ലാട്ടൻ്റെ വണ്ടി പേവറിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. മഴ പെയ്യുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. പെയ്താലും വലിയ കുഴപ്പമില്ല, കാരണം നമ്മൾ കുമ്പള അണ്ടർപാസിൻ്റെ അടിയിലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മഴ അത്ര വലിയ പ്രശ്നമായിട്ട് മാറുന്നില്ല. നമ്മുടെ എമശം വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ റോളറൊക്കെ അടിച്ചു തുടങ്ങി. നേരെ തൊട്ടടുത്ത സൈഡിലായിട്ട് നമ്മുടെ പേവറിലോട്ട് സാധനം തട്ടി തുടങ്ങിയിട്ടുണ്ട്. നേരെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ എമശം വണ്ടി ഇതേ എമശൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ പണിയാണ് കേട്ടോ. പക്ഷികളൊക്കെ പറന്നു പോയി തുടങ്ങി. മഴക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ കൂടിക്കൂടി വരുന്നുണ്ട്. മൊത്തം പിടുത്തം പെട്ട പണി തന്നെയാണ്. നമ്മുടെ വണ്ടിയെല്ലാം ഉള്ളിലോട്ട് കാറ്റി വെച്ചു കേട്ടോ. മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ഉള്ളിലോട്ട് കാറ്റി വെച്ചു. അപ്പം നമ്മുടെ പരിപാടി ഇത് ഓരോന്നായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പേവർ ഇതാ മാറ്റി ലാസ്റ്റിലത്തെ സൈഡ് വലിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു സൈഡ് കൂടി വലിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഈ ഭാഗത്ത് നിന്ന് ഈ സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം അതിനുള്ള പുറപ്പാടാണ്. നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇത് ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി തട്ടി തുടങ്ങിയിട്ടുണ്ട്. മൊത്തം മോളൊക്കെ നോക്കി വേണം കേട്ടോ തട്ടിപ്പോകാൻ, ഇല്ലെങ്കിൽ ഈ ഗർഡറിന് കുടുങ്ങിപ്പോവും. ഇത്രത്തോളം ഏരിയ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഫുൾ ഡേ നൈറ്റാണ്. നമ്മളിതാ കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് സർവീസ് റോഡ് ടാർ ചെയ്ത് പോവാണ് കേട്ടോ. ഇപ്പം രാത്രിയും പകലും ഇല്ലാതെ പണിയാണ്. നമ്മുടെ ബിജുവേട്ടൻ എന്താ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ബിജുവേട്ടൻ്റെ വണ്ടി ലോഡ് തട്ടി പോകാൻ പോവാണ്. അപ്പോൾ പേവരിപ്പോൾ കാലിയാണ്. നമ്മളെ വണ്ടി റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കുമ്പളയുള്ള താറിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് കാസർഗോഡ് ഏരിയൽ ഭാഗത്താണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ താറിൻ്റെ മിക്സുമായിട്ട് ഇതേ വെച്ചിളക്കി പോവാണ്. റോഡൊക്കെ നല്ല ശാന്തമായി കിടക്കുകയാണ്. തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളിപ്പോൾ 24 hours വർക്ക് തന്നെയാണ് കേട്ടോ. ടാറിങ്ങിൻ്റെ പരിപാടി മൊത്തം 24 hours അവിടെ ഇവിടെയായിട്ട് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഒന്നോ രാത്രി ഒന്നോ ഇല്ല, നല്ല സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് നടന്നു പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. അടുക്കത്ത് വയലാണിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല കാര്യമായിട്ടുള്ള പണി തന്നെയാണ് കേട്ടോ. നമ്മുടെ പേവരത ഇങ്ങനെ വലിച്ച് പോകുന്നുണ്ട്. അതേപോലെ പിറകിലായിട്ട് നമ്മളെ റോളറും അതുപോലെ തന്നെ PTR ഒക്കെ അടിച്ച് വരുന്നുണ്ട്. സമയം ഏതാണ്ട് 12 മണിയായി കേട്ടോ. അപ്പം ഇനി ഇത് പുലരം വരെയും ഈ വർക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ തട്ടിപ്പോകുന്നുണ്ട്. അടുത്ത വണ്ടി വയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ വണ്ടി ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തട്ടി പോവാണ്. ഇപ്പം നിലവിലിപ്പോൾ നമ്മുടെ രജിതാട്ടൻ്റെ വണ്ടിയാണ് ഇപ്പോൾ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വണ്ടി ഇത് തട്ടാൻ വേണ്ടി പോകാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു സെൻസറിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ റോഡിലൂടെ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബിജുവാടൻ്റെ വണ്ടിയാണ് ഇപ്പോൾ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി ഇത് ദൂരെയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിജുവാടൻ്റെ വണ്ടി ലോഡ് തട്ടിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ വണ്ടി പേവറിലോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. മെയിൻ റോഡിലൂടെ വണ്ടികളൊക്കെ തലങ്ങനം വിലങ്ങനം ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ പ്ലാന്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തകൃതിയായിട്ട് മിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ദേ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ സമയം ഏതാണ്ട് 1 മണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എത്ര മണി വരെ പ്ലാൻ ഉണ്ടാവുമെന്നറിയില്ല. ഏകദേശം ഒരു രാവിലെ 6 മണി വരെ നമ്മുടെ മിക്സ് പരിപാടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പ്ലാന്റിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. രാവിലെ നല്ല ഇടിവെട്ട് ചൂടാണെങ്കിലും രാത്രി നല്ല കാര്യമായിട്ടുള്ള തണുപ്പ് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത് പ്ലാന്റിലോട്ട് വെക്കേണ്ട വണ്ടി നമ്മളതാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ദൂരെയായിട്ട് നമ്മുടെ വീൽ ലോഡറൊക്കെ അവിടെ കാണാം. അവരാണ് നമ്മുടെ പ്ലാന്റിലേക്കുള്ള മെറ്റീരിയൽസ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ദൂരെ നിന്ന് നമ്മുടെ അടുത്ത വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ലോഡൊക്കെ തട്ടിയിട്ടുള്ള വരവാണ്. അപ്പോൾ നമുക്ക് പിറകിലായിട്ട് വെക്കേണ്ട വണ്ടിയാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ നൈറ്റ് വർക്കിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലിജി ചേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ ഇപ്പോൾ വന്നത്. നമ്മുടെ പ്ലാന്റ് ഇത് ഇവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ടാർ മിക്സ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റിലോട്ട് വെച്ചിരിക്കുകയാണ്. ഫ്രണ്ടിലായിട്ട് ഇതാ നമ്മുടെ ലീ ചേട്ടൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ ലീ ചേട്ടൻ്റെ വണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഏതാണ്ട് ലോഡാവാറായിട്ടുണ്ട്. അതേപോലെ സമയം ഏകദേശം 1 മണി കഴിഞ്ഞ് ഏകദേശം 1:30 ആ ടൈമായിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ലോഡുമാരി ഇതേ സൈഡിലെത്തിയിട്ടുണ്ട്. സമയം ഏതാണ്ട് ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. 2:45 അപ്പോൾ ഏതാണ്ട് നമ്മൾ ആ ഉടുപ്പി ഗാർഡൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അടുക്കത്ത് വേലി സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട്, സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉടുപ്പി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് വർക്കിങ്ങിലാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ട്രാഫിക്കും കുറവാണ്. അതേപോലെ സൂര്യൻ്റെ ചൂടില്ല. താറിൻ്റെ ചൂട് ഓൾറെഡി ഉണ്ട്. സൂര്യൻ്റെ ചൂടില്ലാത്തതിൻ്റെ ഒരു ഗുണവും ഉണ്ട്. ലോറിയായിട്ട് ഇരുണ്ട രൂപം മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ മൊത്തം നമ്മുടെ ടീം പൊടിയടിച്ച് കളയുന്നതാണ് കേട്ടോ. ഇതേ കംപ്രസറായി കാണുന്നത്. ഇത്രത്തോളം ഏരിയ മൊത്തം പൊടിയായിരുന്നതാ, മൊത്തം ക്ലിയറായി. ഇനി ഇവിടെയൊക്കെ പൊടിയടിക്കണം. നമ്മളിനി ഒരു ലോഡ് കൂടി തട്ടാനുണ്ട് കേട്ടോ. സമയം ഇപ്പം ഏതാണ്ട് 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കടന്തക്കാട് പമ്പൊക്കെ 24 hours ആണ് കേട്ടോ. നമ്മൾ അവസാനത്തെ ഒരു ലോഡും കൂടി എടുക്കണം. അപ്പം അതിനുള്ള പോക്കാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടാറിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സമയം ഏതാണ്ട് 6 മണിയാവാനായി കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഡീസൽ അടിച്ച് പമ്പിലിങ്ങനെ നിൽപ്പുണ്ട്. ഇനി നേരെ റൂമിലോട്ട് പോയി നന്നായിട്ട് കിടന്നുറങ്ങണം. അതാണ് അടുത്ത പരിപാടി. നമ്മുടെ തലപ്പാടി ഉള്ള ടോൾ പ്ലാസൻ്റെ അടുത്തുള്ള പമ്പിലാണ് കേട്ടോ ഉള്ളത്.